ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻസും ഐസോമെട്രിക് വ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഐസോമെട്രിക് വ്യൂവും അതുപോലെ ഐസോമെട്രിക് പ്രൊജക്ഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്കെയിലാണ്, അല്ലേ? ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിലാണ്. വേറെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്തിൻ്റെ 81.6% എടുത്തിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. ആൻഡ് ഒബ്വിയസ്ലി 81.6 എന്നുള്ളത് ചിലപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 82% എന്താണോ ട്രൂ ലെങ്തിൻ്റെ അതെടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ക്യൂബിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ മെഷർമെൻറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം? തരുന്ന എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ 82%-ൽ തന്നെ നമ്മൾ അത് ചെയ്യണം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ക്യൂബിൻ്റെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫിയറിൻ്റെ കേസാണ്. ഓക്കെ, സ്ഫിയർ. നമ്മൾ ബാക്കി സോളിഡ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രിസം ഡിസ്കസ് ചെയ്തു, പിരമിഡ് ഡിസ്കസ് ചെയ്തു, കോൺ ഡിസ്കസ് ചെയ്തു, സിലിണ്ടർ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ഒക്കെ ഐസോമെട്രി വരക്കുന്നത് നമ്മൾ പറഞ്ഞു. ഐസോമെട്രിക് വ്യൂ ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പ്രൊജക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫിയർ ആണ്. സ്ഫിയറിനും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഐസോമെട്രിക് വ്യൂ ഉണ്ടാവും, അതുപോലെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്ഫിയറിൻ്റെ പ്രോബ്ലം ഈ ഐസോമെട്രിക് വ്യൂവും പ്രൊജക്ഷനും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ഡിസ്കഷൻ അല്ല നമ്മൾ സ്ഫിയറിൽ വരിക. അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും യൂണിവേഴ്സിറ്റി എപ്പോഴും സ്ഫിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും മൊഡ്യൂൾ 4-ൽ ഐസോമെട്രിയുടെ ചോദ്യം പൊതുവേ കണ്ടുവരാറുള്ളത്. സ്ഫിയർ എന്തായാലും ഉണ്ടാവും എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ മിക്ക ക്വസ്റ്റ്യൻസും ഐസോമെട്രി വരുമ്പോൾ നമ്മൾ കാണാറുള്ളത് അറ്റ്ലീസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒരു സോളിഡെങ്കിലും സ്ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ഫിയറിൻ്റെ കേസ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്ഫിയറിൻ്റെ കേസ് പഠിക്കണ നേരത്ത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഞാനിവിടെ കാണിക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഞാൻ ഇനി സ്ക്രീൻ മാറ്റുന്ന നേരത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 30 millimeters ഈസ് റെസ്റ്റിംഗ് സെൻട്രലി ഓൺ ദി ടോപ്പ് സർഫസ് ഓഫ് എ സ്ക്വയർ പ്ലേറ്റ് ഓഫ് സൈഡ് 75 mm and of negligible thickness. ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ആൻഡ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സോളിഡ് ഏതാ? ഒരു സ്ഫിയർ ആണ്. ഈ സ്ഫിയർ എവിടെയാണ് നിൽക്കുന്നത്? സ്ഫിയറിന്റെ സൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 millimeter ആണ് അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ അല്ല, റേഡിയസ്. അത് എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് സെൻട്രലി ഓൺ ടോപ്പ് സർഫസ് ഓഫ് എ സ്ക്വയർ പ്ലേറ്റ്. ഒരു സ്ക്വയർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്രിസത്തിന് തുല്യമാണ്. പ്ലേറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 2D സർഫസ് ആണ്. ഓക്കെ, ഒരു 2D ആയിട്ടുള്ള ഒരു സാധനം. അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ സ്ക്വയർ പ്ലേറ്റിൽ സ്ക്വയറിന്റെ സൈസ് തന്നിട്ടുണ്ട്. എത്ര? 75 mm ആണ്. ആൻഡ് നെഗ്ലിജിബിൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ദി 75. അതുകൊണ്ട് തന്നെ അതൊരു സ്ക്വയർ പ്ലേറ്റ് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു A4 പേപ്പർ ഉണ്ടെന്ന് കരുതുക. ആ A4 പേപ്പറിന്റെ സെൻറ്ററിലായിട്ട്, ഓക്കെ, സെൻട്രലി ഓൺ ദി ടോപ്പ് സർഫസ് എന്നാണ്. ആ സ്ക്വയർ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഷീറ്റിന്റെ സെൻറ്ററിലായിട്ട് തന്നെ മുകളിൽ ഒരു സ്ഫിയർ വെച്ചിട്ടുണ്ട്. ആ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 30 millimeter ആണ്. എങ്കിൽ അതിന്റെ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഐസോമെട്രി വരക്കണ നേരത്തെ ഏറ്റവും ഫസ്റ്റിൽ എന്ത് ചെയ്യണം? ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമ്മൾ അതിൻ്റെ
ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് നമ്മൾ വരച്ചിരിക്കണം. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈ സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്വയർ പ്ലേറ്റിനെ ഞാൻ ഫ്രണ്ട് നോക്കണ നേരത്തെ എനിക്ക് സ്ക്വയർ പ്ലേറ്റിന് ഒരു ലൈൻ ആയിട്ടാണ് കാണുക. ഓക്കെ, ആ സ്ക്വയർ പ്ലേറ്റിൻ്റെ പേര് ഞാൻ എഴുതുകയാണ്. സേ എ ബി, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷ് ബി ഡാഷ്. ബിന്റെ നേരെ ബാക്കിൽ സ്ക്വയർ ഷീറ്റ് ആണ്, അപ്പോൾ സി ഡാഷ് ഉണ്ട്. എന്റെ നേരെ ബാക്കിൽ ഡി ഡാഷ്. ക്ലിയർ ആണല്ലോ, സ്ക്വയർ ഷീറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ നേരെ താഴെയായിട്ട് എന്ത് വരണം, എനിക്ക് അതിന്റെ ടോപ്പ് വ്യൂ വരണം. ടോപ്പ് വ്യൂവിൽ നോക്കുന്ന നേരത്തെ എനിക്ക് ആ സ്ക്വയർ ഷേപ്പ് കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ആ സ്ക്വയർ ഷേപ്പ് എനിക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പൊ തൽക്കാലം ഇതാണ് എൻ്റെ ആ സ്ക്വയർ പ്ലേറ്റ് എന്ന് കരുതുക. ഓക്കെ, ഞാൻ വേറൊരു കളർ എടുക്കാം സോ ദാറ്റ് നിങ്ങൾക്കത് ഐഡന്റിഫൈഡ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ആ സ്ക്വയർ പ്ലേറ്റിനെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സ്ക്വയർ പ്ലേറ്റ് 75 mm ആണ് അതിൻ്റെ സൈസ്. ആ 75 mm ഉള്ള സ്ക്വയർ പ്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് സ്ക്വയർ പ്ലേറ്റ് കാണാം. സ്ക്വയർ പ്ലേറ്റിന്റെ സൈസ് എത്രയാണ്? 75 mm ആണ് സ്ക്വയർ പ്ലേറ്റ്. ഇതിന് തിക്നെസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എനിക്ക് തിക്നെസ് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ തിക്നെസ് ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ക്വയർ പ്ലേറ്റ് ആയതുകൊണ്ട് ആ 75 തന്നെ എനിക്ക് ഇവിടെയും കാണുന്നുണ്ടാവും. അപ്പൊ എനിക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. ഈ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ ടോപ്പ് നോക്കുമ്പോൾ സി ദിസ് വിൽ ബി മൈ എ, ദിസ് ഈസ് മൈ ബി, ഇവിടെ ബാക്കിൽ ഇവിടെ സിയും ഇവിടെ ഡിയും. ഇപ്പൊ ഇവിടെ ഞാൻ XY ലൈൻ ആയിട്ട് ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടുള്ളത്. അങ്ങനെ വേണമെന്നില്ല, കുറച്ച് ഡിസ്റ്റന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരക്കാം. ഓക്കെ, അതിന് ചേർത്തിട്ട് തന്നെ വരക്കണമെന്നില്ല. ഈ XY ലൈൻ തന്നെ ചേർത്തിട്ട് തന്നെ എനിക്ക് ഫ്രണ്ട് വ്യൂ വരക്കാം. പക്ഷെ അത് ഹൈറ്റിലാണ് ഞാൻ കുറച്ച് വരച്ചത്. ഇവിടെ ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് വേണമെന്നുമില്ല, പക്ഷെ അത് നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു സെപ്പറേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നല്ലതാണ്. അപ്പൊ ഞാൻ ആ സ്ക്വയർ പ്ലേറ്റ് കീപ്പ് ചെയ്തു അല്ലെ. ഈ സ്ക്വയർ പ്ലേറ്റിന്റെ സെന്ററിലാണ് എൻ്റെ സ്ഫിയർ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ക്വയർ പ്ലേറ്റിന്റെ സെന്റർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ പ്ലേറ്റിന്റെ സെന്റർ കിട്ടാൻ ഇതിന്റെ രണ്ട് എക്സ്ട്രീം കോർണേഴ്സുകൾ ഡയമീറ്റേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഏതാണ്ട് അതിന്റെ സെന്റർ കിട്ടും. ഇവിടെയാണ് അതിന്റെ സെന്റർ അല്ലേ. അപ്പൊ ഈ സെന്റർ തന്നെയാണ് എൻ്റെ സ്ഫിയർ വെച്ചിട്ടുള്ളത്. സ്ഫിയറിന്റെ പ്രത്യേകത എന്താ? സ്ഫിയറിനെ നമ്മൾ എവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് നമുക്ക് കിട്ടുക? സ്ഫിയറിനെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുക ഒരു സർക്കിൾ ആയിട്ടായിരിക്കും. സ്ഫിയർ എന്ന് പറയുന്ന ഒരു ബോളാണ്, ഒരു ഫുട്ബോൾ പോലെ ഒരു സാധനം. അതിന് ഞാൻ എവിടെ നോക്കിയാലും അതിന്റെ പ്രൊജക്ഷൻ എനിക്ക് എത്ര കിട്ടുക? സർക്കിൾ ആണ് കാണുക. അപ്പൊ ആ സർക്കിൾ ആണ് ഞാൻ വരക്കേണ്ടത്. എവിടെ സെന്റർ കീപ്പ് ചെയ്യണം? ഇതിന്റെ ഇതേ പോയിന്റ് സെന്റർ കീപ്പ് ചെയ്തിട്ട് ആ സ്ക്വയർ ഷീറ്റിന്റെ സെന്റർ തന്നെയാണ് എൻ്റെ സ്ഫിയർ ഉള്ളത്. ആ സ്ഫിയർ ഇവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ഫിയർ ഇങ്ങനെ സർക്കിൾ ആയിട്ടാണ് കാണുക. ക്ലിയർ അല്ലേ? ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? ഈ സർക്കിളിന്റെ ഈ ഡയാമീറ്റർ എത്രയാണ് വരിക? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ആയിരുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമ്മളോട് റേഡിയസ് പറഞ്ഞിട്ടുള്ളത് എത്രയാ? 30 mm ആണ് റേഡിയസ് എന്ന് പറഞ്ഞു സ്ഫിയറിന്റെ. അപ്പൊ ഡയാമീറ്റർ എത്ര വരും? 60 വരും അല്ലെ. അപ്പൊ ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് വരെയാണ് 30. അപ്പൊ ടോട്ടൽ ഡയാമീറ്റർ എന്ന് പറയണത് എത്ര വരും? അത് 30 + 30 ഇറ്റ് വിൽ ബി 60 mm ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഞാൻ 60 mm ഞാൻ ആ സർക്കിൾ കാണിച്ചിട്ടുണ്ട്. സ്ഫിയർ ആണ് അല്ലെ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ഫിയർ അതിന്റെ ഔട്ടർ സർക്കിൾ മാത്രമായിട്ടായിരിക്കും കാണുക. ഇതേപോലെ തന്നെ ആയിരിക്കും എനിക്ക് ഫ്രണ്ട് വ്യൂവിലും അല്ലെ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും സ്ഫിയറിനെ ഞാൻ കാണുക സർക്കിൾ ആയിട്ടാണ്. അപ്പൊ ആ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ്. അപ്പൊ ഇതിന്റെ സെന്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നേരെ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും സെന്റർ വരിക. ആ സെന്റർ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ഫിയർ ഇവിടെ നിലത്ത് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നിലത്ത് ടച്ച് ചെയ്യണ നേരത്ത് വരക്കുമ്പോൾ അതിന്റെ പോയിന്റ് എവിടെ വരണം? ഇപ്പൊ ഞാൻ ഇവിടുന്ന് സെന്റർ എടുത്ത് വരക്കുകയാണ് സർക്കിളിനെങ്കിൽ ഇവിടുന്ന് താഴേക്ക് അതിന്റെ റേഡിയസ് ആയ 30 mm ഹൈറ്റിലായിരിക്കും സർക്കിൾ വരിക.
ശരിയല്ലേ? അപ്പോൾ ആ 30 mm ഹൈറ്റ് എടുത്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? ആ പോയിന്റ് നോക്കാൻ. എന്നിട്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുത്ത് വരച്ചാൽ ചിലപ്പോൾ 30 ഈ പ്ലേറ്റിന്റെ താഴേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേറ്റിൽ നിന്ന് പൊങ്ങി നിൽക്കും ആ ബോൾ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്ഫിയർ ആ ഷീറ്റിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ സ്ഫിയർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ കിട്ടുക. ഫ്രണ്ട് വ്യൂവിൽ താഴെ ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് A', B' ആണ്. അതിന്റെ സൈസ് 75 ആണ്. അപ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ ആണ് ABCD എന്ന് നമ്മൾ താഴെ കാണുന്നത്. ആ ABCD ഷീറ്റിന്റെ സെന്ററിലാണ് എൻ്റെ സർക്കിൾ ഉള്ളത്. ഐ മീൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്ഫിയർ ഉള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴും എനിക്ക് അതിന്റെ സെറ്റപ്പ് കിട്ടും. അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ വരക്കണം. ഇതാണ് അതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് വരക്കണമെന്നില്ല നമുക്ക് ഐസോമെട്രി കിട്ടാൻ. പക്ഷേ ഇതിന് യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ടാവും? മാർക്ക് ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ഐസോമെട്രിക് വ്യൂവും പ്രൊജക്ഷനും സ്ഫിയറിന്റെ വരക്കുന്നത്. സ്ഫിയറിന്റെ വരക്കുന്നത് കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യം വരക്കാൻ പോകുന്നത് ഈ സെറ്റപ്പിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരക്കാൻ പോകുന്നത്. ഓക്കെ, ഐസോമെട്രിക് വ്യൂ ആണ്. ഞാൻ പുതിയൊരു പേജ് എടുത്തിട്ട് കാണിക്കാം. സോ ഞാൻ ഐസോമെട്രിക് വ്യൂ വരക്കുന്ന നേരത്ത് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി താഴെ ഒരു ഷീറ്റ് ഇല്ലേ, ABCD എന്ന് പറയുന്ന സ്ക്വയർ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിന്റെ ഐസോമെട്രി ആണ് ഞാൻ ആദ്യം വരക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു റെഫറൻസ് ലൈൻ വരക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷീറ്റിന് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നെയിമിംഗ് ഇടാം. ഇപ്പൊ ഞാൻ ഇവിടെ ABCD എന്ന് പറഞ്ഞ നെയിമിംഗ് കൊടുക്കണം. ഞാൻ A അല്ലെങ്കിൽ B ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യുന്നു. ഒരാൾക്ക് വേണമെങ്കിൽ C ഫിക്സ് ചെയ്യാം, ഒരാൾക്ക് വേണമെങ്കിൽ Dയും ഫിക്സ് ചെയ്യാം, ഏതും ഫിക്സ് ചെയ്യാം. ഞാൻ തൽക്കാലം B എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ B ഫിക്സ് ചെയ്ത് വിചാരിച്ചു. ആ ഷീറ്റ് ABCD ഷീറ്റിലെ B പറഞ്ഞ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഐസോമെട്രിക് ആണെങ്കിൽ എന്ത് ഡിഗ്രിയിലാണ് ഇൻക്ലിനേഷൻ വരിക? 30 ഡിഗ്രീസ് അല്ലേ? അപ്പോൾ 30 ഡിഗ്രീസിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കും, അതുപോലെ 30 ഡിഗ്രി ലൈൻ ഇങ്ങോട്ടേക്കും വരും. 30 ഡിഗ്രീസ് ആണ്. ഇത് നിങ്ങൾക്കറിയാം അതിന്റെ ബാക്കിലെ കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് 30 ഡിഗ്രീസ് എന്നുള്ളത് അല്ലേ? അപ്പൊ നമുക്കറിയാം ബിന്റെ റൈറ്റിലേക്ക് ഏത് പോയിന്റാണ് വരുന്നത്? ബിന്റെ റൈറ്റിലേക്ക് C വരുന്നുണ്ട്, ബിന്റെ ലെഫ്റ്റിലേക്ക് A വരുന്നുണ്ട്. ഓക്കെ, ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 75 ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? അതും 75 ആണ്. കാരണം എന്താ? നമ്മളോട് സ്ക്വയർ ഷീറ്റ് ആണെന്നാ പറഞ്ഞത്, സ്ക്വയർ സ്ലാബ് ആണ്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് പ്രകാരം ഞാൻ ബിയിൽ നിന്ന് 75 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ പോയിന്റ് C മാർക്ക് ചെയ്യുന്നു. ബിന്റെ ലെഫ്റ്റിലേക്ക് അതേപോലെ ഞാൻ 75 mm എടുത്തിട്ട് ഞാൻ പോയിന്റ് A മാർക്ക് ചെയ്യുന്നു. 75 mm ആണ് എടുത്തത്. കാരണം എന്താണ്? ഐസോമെട്രിക് വ്യൂ ആണ് ഞാൻ വരക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ, തന്ന സ്കെയിൽ മെഷർമെന്റ് എന്താണോ അത് അങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കുക. ഇനി എയും ബിയും സിയും കിട്ടി. ഇനി എന്താ? ഡി കിട്ടണം. എയിൽ നിന്ന് ഡിയിലേക്ക് 75 എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിയിൽ നിന്ന് ബിയിലേക്ക് 75 എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് പോയിന്റ് ഡിയും കിട്ടും. അപ്പൊ എയിൽ നിന്ന് ഡിയിലേക്കും ജോയിൻ ചെയ്യുക, ഡിയിൽ നിന്ന് സിയിലേക്കും ജോയിൻ ചെയ്യുക. എനിക്ക് താഴെയുള്ള സ്ക്വയർ ഷീറ്റിന്റെ എന്ത് കിട്ടി? എനിക്ക് താഴെയുള്ള സ്ക്വയർ ഷീറ്റിന്റെ ഐസോമെട്രിക് വ്യൂ കിട്ടി അല്ലെ? ഇനി ഷീറ്റ് മാത്രമല്ലല്ലോ ഉള്ളത്, നമുക്ക് എന്തും കൂടെ ഉണ്ട്? നമുക്ക് സ്ഫിയറും കൂടെ ഉണ്ട്. അപ്പൊ ഇനി സ്ഫിയർ വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഷീറ്റിന്റെ നേരെ സെന്ററിലായിട്ടാണ് ഈ സ്ഫിയറിന്റെ സെന്ററും വരുന്നത്. അറ്റ് എ ഹൈറ്റ് ഓഫ് എത്രയാണ്? 30 mm അല്ലെ? അപ്പൊ ഈ ഷീറ്റിന്റെ ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഹൈറ്റിലേക്ക്, ഇതിന്റെ ഈ സ്ഫിയറിന്റെ സെന്ററിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? 30 ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, ഈ ഷീറ്റിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് സിയിലേക്ക് ജോയിൻ ചെയ്യുക, ബിയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്യുക. ആ രണ്ട് ഡയഗണൽസും ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. തൽക്കാലം ആ പോയിന്റിന് ഞാൻ എന്തെങ്കിലും പി എന്നൊരു പോയിന്റ് ഇടാം. ഓക്കെ, പി എന്ന് പോയിന്റ് ഇടാം ഫോർ അണ്ടർസ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് സ്ഫിയറും എൻ്റെ ഷീറ്റും ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെയാണ്. ആ സ്ഫിയർ ടച്ച് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാം. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്ഫിയറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 30 mm ആയിരിക്കും. ശരിയല്ലേ? കാരണം സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് ഈ ഷീറ്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 30 ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സെന്ററിൽ നിന്ന് 30 mm ഹൈറ്റ് എവിടെയാണോ
30 mm ഹൈറ്റ് എവിടെയാണോ അവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. സോ ആസ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് ടു ബി ഇതാണ് എൻ്റെ സ്ഫിയറിൻ്റെ സെൻറ്റർ 30 mm. ഈ ഡിസ്റ്റൻസ് എത്രയാണ് ഞാൻ എടുത്തത്? 30 mm ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഈസ് 30 ആണെന്ന് പറഞ്ഞു. കാരണം അതാണ് നമ്മുടെ റേഡിയസ് തന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദി റേഡിയസ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ ഇനി ബാക്കി ഇവിടെ എന്താ വരിക? ഇവിടെ ഒരു സർക്കിൾ അല്ലേ വരിക. അപ്പൊ സർക്കിൾ വരക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു റേഡിയസ് കിട്ടണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചതെങ്കിൽ സ്ഫിയർ വരക്കുന്ന നേരത്ത് നിങ്ങൾ ഈ പോയിന്റ് സെന്റർ ആക്കി കീപ്പ് ചെയ്തിട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് അല്ല എടുക്കേണ്ടത്. നിങ്ങൾ എടുക്കേണ്ടത് സ്ഫിയറിന്റെ സർക്കിൾ വരക്കാനുള്ള റേഡിയസ്, ഐസോമെട്രിക്കിൽ വരക്കാനുള്ള റേഡിയസ് വ്യൂ ആണ് ചോദിക്കണമെങ്കിൽ 1.22 ടൈംസ് ദി റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് ടു ബി ടേക്കൺ. ഓക്കെ, ഐസോമെട്രിക് വ്യൂവിൽ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റേഡിയസ് എന്താണോ അതിൻ്റെ 1.22 ടൈംസ് ദ റേഡിയസ് എടുത്തിട്ട് വരക്കണം. അപ്പോൾ ഓൾറെഡി റേഡിയസ് 30 എന്നാണെങ്കിൽ ഞാൻ സർക്കിൾ എടുത്ത് വരക്കേണ്ടത് 30 ഇൻറ്റു 1.22 എന്നാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 36.6 മില്ലിമീറ്റർ. അപ്പം ഞാൻ 30 മില്ലിമീറ്റർ എടുത്ത് സർക്കിൾ വരച്ചിരുന്നെങ്കിൽ സർക്കിൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുമായിരുന്നു, ഈ പിയിൽ നിന്ന് തുടങ്ങുമായിരുന്നു സർക്കിൾ വരാൻ. ശരിയല്ലേ? പക്ഷെ ഞാൻ 36 ആണ് റേഡിയസ് എടുക്കണമെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഈ പോയിന്റിൽ സെന്റർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പി പറഞ്ഞ പോയിന്റിനെ കുറച്ചുകൂടെ താഴേന്നായിരിക്കും എന്ത് വരിക? എൻ്റെ സ്ഫിയർ ഇങ്ങനെ വരിക. ആൻഡ് വാട്ട് ഷുഡ് ബി ദ റേഡിയസ്? ഈ റേഡിയസ് എന്തായിരിക്കണം? ദ റേഡിയസ് ഷുഡ് ബി 1.22 ടൈംസ് ദി റേഡിയസ് ഓഫ് ദ സ്ഫിയർ. സ്ഫിയറിന്റെ ഒറിജിനൽ റേഡിയസ് എന്താണോ ആ ഒറിജിനൽ റേഡിയസ് ഇൻറ്റു 1.22 ആയിരിക്കണം. എപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് വ്യൂ ആണോ സ്ഫിയറിന്റെ സർക്കിൾ വരക്കണ ലാസ്റ്റ് സർക്കിൾ, സ്ഫിയറിന്റെ സർക്കിൾ വരക്കണ നേരത്ത് നമ്മൾ റേഡിയസ് എടുക്കേണ്ടത് എന്താണ്? 1.22 ടൈംസ് ദി ആർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ഞാൻ അടുത്ത പ്രൊജക്ഷനും കൂടെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. 1.22 ടൈംസ് ആർ എന്ന് പറഞ്ഞെടുക്കുന്നത് എപ്പോഴാണ് സ്ഫിയറിന്റെ കേസിൽ? ഐസോമെട്രിക് വ്യൂ. നമ്മൾ പൊതുവേ ഐസോമെട്രിക് വ്യൂവിൽ എന്താണോ മെഷർമെന്റ് തന്നത് അതേ മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കാറുള്ളത്, അല്ലെ? പക്ഷെ സ്ഫിയറിന്റെ കേസിൽ മാത്രം സ്ഫിയറിന്റെ സർക്കിൾ വരക്കുമ്പോൾ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. അതെന്താ? ഒറിജിനൽ റേഡിയസിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടിയ ഒരു റേഡിയസ് ആണ് എടുത്തിട്ടാണ് ഞാൻ വരക്കുക. സോ ദാറ്റ് ഈസ് 1.22 ടൈംസ് ദി ആർ വാല്യൂ. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഐസോമെട്രിക് വ്യൂ. ക്ലിയർ? ഇനി ഞാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരക്കുന്നതെങ്കിൽ, സ്ഫിയറിന്റെ കേസിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരക്കുന്നതെങ്കിൽ എങ്ങനെ വരക്കാൻ നോക്കുക. നമ്മൾ ഓൾറെഡി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഓൾറെഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിലാണ് ഞാൻ പ്രൊജക്ഷൻ വരക്കുക. നമുക്കറിയാം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് വാല്യൂ എടുക്കണം? 81.6% ഓഫ് ദി ട്രൂ ലെങ്ത് എടുക്കണം. അല്ലെങ്കിൽ ഒരാൾക്ക് പറയാം 82% ഓഫ് ദി ട്രൂ ലെങ്ത് എടുത്തിട്ട് വേണം അയാൾ എന്ത് ചെയ്യാൻ? അതിന്റെ ഐസോമെട്രി വരക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ മെഷർമെന്റ്സുകൾ ഏതൊക്കെയാ നോക്കുക. നമുക്കിവിടെ 75 എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ഉണ്ട്, അതുപോലെ 30 എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. 30 അല്ലെ? അപ്പൊ ആ രണ്ട് മെഷർമെന്റ്സുകളെ നമുക്കുള്ളൂ. അപ്പൊ 75 ഉണ്ട്, 30 ഉണ്ട്. ഈ രണ്ടിൻ്റെയും എന്ത് കാണണം? 82% എത്രയാന്നുള്ളത് കണ്ടിട്ട് നമുക്കൊരു വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ വാല്യൂസ് നോക്കി. അപ്പൊ 75ന്റെ 81.6% എന്ന് പറഞ്ഞാൽ 61.2 ആണ്. അതുപോലെ 30യുടെ 81.6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 24.5. ഓക്കെ, ഇത് ആദ്യമേ നമ്മൾ കണക്കൂട്ടി വെച്ച പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ നമുക്കറിയാം, ഐസോമെട്രി വരക്കുമ്പോൾ ആദ്യം ഞാൻ താഴെയുള്ള ആ ഷീറ്റിനെയാണ് ഞാൻ ഐസോമെട്രി വരക്കുക. സോ ബി, നേരത്തെ കേസിൽ ബീനെ ഫോക്കസ് ചെയ്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു?
ഇവിടെ ബീനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രൊജക്ഷൻ ആണ് കേട്ടോ ഇവിടെ വരക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരക്കുന്നത്. സെയിം കേസാണ്. ഐസോമെട്രി ആണോ 30 ഡിഗ്രി ലെഫ്റ്റിലേക്കും 30 ഡിഗ്രി റൈറ്റിലേക്കും എടുക്കുക. ബീൻ്റെ റൈറ്റിലേക്ക് വരുന്നത് സി പറഞ്ഞ പോയിന്റ് ആണ്. ഇതിലെ സി ആ വരിക, ഇതിലെ എ ആണും വരിക. പക്ഷെ ഡിസ്റ്റൻസ് അറിയണം. ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ബിയിൽ നിന്ന് സിയിലേക്ക് നമുക്കറിയാം, ബിയിൽ നിന്ന് സിയിലേക്ക് 75 ആണ്. ബിയിൽ നിന്ന് എയിലേക്കും എത്രയാണ്? അതും 75 ആണ്. കാരണം എന്താ? സ്ക്വയർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബിയിൽ നിന്ന് സിയിലേക്ക് 75 എടുക്കണം, ബിയിൽ നിന്ന് എയിലേക്ക് 75 എടുക്കണം. അങ്ങനെയാണോ? അല്ല, ഞാൻ 75 എടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ 82% അല്ലെങ്കിൽ 81.6 എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് 75 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ആ 75 ഞാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരക്കുന്നതെങ്കിൽ ഞാൻ എത്ര എടുക്കണം? 61.2 എടുക്കണം. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ 0.2 ഒന്നും കറക്റ്റ് നമുക്ക് എടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ 61 എടുത്താലും മതി, നോ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് 61 ഡിസ്റ്റൻസ് എടുത്തിട്ട് 61 mm എടുത്തിട്ട് വേണം ഞാൻ സി മാർക്ക് ചെയ്യാൻ. അതുപോലെ ബിയിൽ നിന്ന് എയിലേക്കും ഇതേപോലെ 61 എടുത്തിട്ട് വേണം ഞാൻ എ പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാൻ. എയിൽ നിന്ന് ഡിയിലേക്കും 61 mm ആയിരിക്കും, സിയിൽ നിന്നും ഡിയിലേക്കും 61 mm ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുക ഒരു സ്ക്വയറിന്റെ ഐസോമെട്രി തന്നെയാണ്. അപ്പോൾ ഈ ഐസോമെട്രിക്കിന്റെ ഷീറ്റിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 61 ആയിരിക്കും. 75ന്റെ ആണ് വരേണ്ടത്, പക്ഷെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് എന്തായി? അത് 61 വരുന്നുള്ളൂ. ആംഗിൾ നിങ്ങൾക്കറിയാം, അത് 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്ഷന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, വേറെ ചേഞ്ചുകളൊന്നുമില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്തു? റിഡ്യൂസ്ഡ് വാല്യൂ എടുത്തു, 81.6 അല്ലെങ്കിൽ 82. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ ഷീറ്റിന്റെ മുകളിലാണ് നമ്മുടെ സ്ഫിയർ വരുന്നത്, നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ ആ സ്ഫിയർ ഇവിടെ എവിടെയെങ്കിലും, അതായത് ഈ ഷീറ്റിന്റെ സെന്ററിലാണ് ടച്ച് ചെയ്യുക. ദിസ് ഇസ് പോയിന്റ് ഡി. അപ്പൊ എ ടു സി നിങ്ങൾ ഡയഗണൽ കണക്ട് ചെയ്യുക, ബി ടു ഡി കണക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡയഗണൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും, സെന്റർ പോയിന്റ് ആണ്. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, സേ പി. ഇവിടെയാണ് എന്റെ സ്ഫിയർ ടച്ച് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന്, ഇവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സ്ഫിയറിന്റെ സെന്ററിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 30 ആണ്. കാരണം എന്താ? സ്ഫിയറിന്റെ റേഡിയസ് 30 ആണ്. അപ്പൊ ഈ പ്ലേറ്റിൽ നിന്ന് ടച്ച് ചെയ്യുന്നത് മുതൽ സ്ഫിയറിന്റെ സെന്ററിലേക്ക് വരെ 30 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഐസോമെട്രിക് വ്യൂ വരച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. സെന്റർ പോയിന്റ് കണ്ടു, ഇതാണ് സെന്റർ പോയിന്റ് കണ്ടത്. ആ സെന്റർ പോയിന്റിൽ നിന്ന് 30 എടുത്തിട്ടാണ് ഞാൻ ഹൈറ്റ് സ്ഫിയറിന്റെ സെന്റർ കൊണ്ടുപോയി വെച്ചത്, അല്ലേ? അപ്പൊ അതേ പരിപാടി തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. പിയിൽ നിന്ന് ഹൈറ്റ് എന്തെടുക്കണം? 30 mm ഹൈറ്റ് എടുക്കണം. അവിടെയാണ് സ്ഫിയറിന്റെ സെന്റർ വരിക, അല്ലേ? പക്ഷെ ഇത് പ്രൊജക്ഷൻ അല്ലേ? അപ്പൊ ഞാൻ 30 ഹൈറ്റിന് 30 ആയിട്ടാണോ എടുക്കേണ്ടത്? അല്ല, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ 30 വാല്യൂവിന് ഞാൻ കറക്റ്റ് 30 ആയിട്ട് എടുക്കരുത്. എത്ര എടുക്കണം? 81.6 എടുക്കണം. അത് എത്രയാണ്? 24.5 mm ആണ്. അപ്പൊ ഞാൻ സ്കെയിൽ എടുത്തിട്ട്, റൂളറിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ കോമ്പസിൽ എങ്ങനെയാ വെച്ചാൽ ഈ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഹൈറ്റ് എടുക്കേണ്ടത് എത്രയാണ്? 30യുടെ ഐസോമെട്രിക് വാല്യൂ എടുക്കണം. ഐസോമെട്രിക് പ്രൊജക്ഷന്റെ വാല്യൂ ദാറ്റ് ഈസ് 24.5. അപ്പോൾ ഇതാണ് ആ സ്ഫിയറിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 24.5 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ 24.5ലേക്ക് ആ വാല്യൂ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇനി ഞാൻ സർക്കിൾ വരക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെയാണ് സ്ഫിയറിന്റെ സെന്റർ. എവിടെ? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് 24.5 mm മുകളിലായിട്ടാണ് എൻ്റെ സ്ഫിയറിന്റെ സെന്റർ ഉള്ളത്, അല്ലെ? ഇനി ഇത് കോമ്പസിലെ സെന്റർ പോയിന്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? സർക്കിൾ വരക്കണം. കാരണം സ്ഫിയറിനെ ഞാൻ സർക്കിൾ ആയിട്ടാണ് വരക്കുക. സ്ഫിയറിന്റെ സർക്കിളിന്റെ റേഡിയസ് ശരിക്കും എത്രയാണ്? 30 ആണ്. പക്ഷെ എനിക്ക് ഇവിടെ 30 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഞാൻ 30 അല്ല ഹൈറ്റ് എടുത്തത്, 24.5 ആണ്. അല്ല, എന്തുകൊണ്ടാണ്? കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. പക്ഷേ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ സ്ഫിയറിന്റെ അവസാനത്തെ സർക്കിൾ വരക്കുമ്പോ എന്താണോ സ്ഫിയറിന്റെ ഒറിജിനൽ റേഡിയസ്, അതേ റേഡിയസ് എടുത്തിട്ടാണ് ഞാൻ വരക്കേണ്ടത്.
ഓക്കെ, അതായത് സ്ഫിയറിന്റെ റേഡിയസ് ശരിക്കും എത്ര തന്നിട്ടുള്ളത്? 30 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത് സെന്റർ കീപ്പ് ചെയ്ത് ഇതുവരെ ഹൈറ്റ് എത്രയാണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ 24.5 ആണ്. അതെടുത്തിട്ടാണോ ഞാൻ സർക്കിൾ വരച്ചിരുന്നെങ്കിൽ സർക്കിൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുമായിരുന്നു സർക്കിൾ അല്ലേ? പക്ഷെ അവിടെ വെച്ചിട്ടല്ല സർക്കിൾ എടുക്കേണ്ടത്. സർക്കിൾ എടുക്കേണ്ടത് എന്താ? ഇവിടുന്ന് 30 mm എടുക്കണം. അതായത് ഇതിന്റെയും താഴെ വരും. എന്നിട്ടാണ് എന്ത് വരിക? എൻ്റെ സ്ഫിയർ ഈ ഷീറ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്ഫിയർ വരിക. ക്ലിയർ ആയോ? അതായത് ലാസ്റ്റ് വരക്കുന്ന സ്ഫിയറിന്റെ സർക്കിൾ, ഈ സർക്കിൾ ഉണ്ടല്ലോ, ഈ റേഡിയസ്, ഇത് എത്ര എടുക്കണം? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ എന്താണോ ഒറിജിനൽ വാല്യൂ ആ ഒറിജിനൽ വാല്യൂ തന്നെ എടുക്കണം. പക്ഷെ ഐസോമെട്രിക് വ്യൂ ആയിരുന്നപ്പോൾ എന്തായിരുന്നു ചെയ്തത്? അതിന്റെ റേഡിയസിന്റെ വാല്യൂ എന്താണോ ഒറിജിനൽ വാല്യൂ അതിന്റെ 1.22 ടൈംസ് റേഡിയസ് എടുത്തു. ഇത് മാത്രമാണ് സ്ഫിയറിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചതെങ്കിൽ വ്യൂ നമുക്കറിയാം എല്ലാം എന്തായിരിക്കണം? ഫുൾ സ്കെയിലായിരിക്കണം വ്യൂ വരിക അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ 30 ഡിഗ്രീസ് ഐസോമെട്രി ആയതുകൊണ്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ആ ബോക്സ് ഒക്കെ വരക്കുന്നു. 75 തന്നെ ഞാൻ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എങ്ങനെയാ കിട്ടുക? ഈ രണ്ട് ഓപ്പോസിറ്റ് കോർണർ പോയിന്റ്സ് ഡയഗണൽസ് ജോയിൻ ചെയ്താൽ അതിന്റെ സെന്റർ പോയിന്റ് കിട്ടും. ആ ഷീറ്റിന്റെ സെന്റർ കിട്ടും. ആ സെന്ററിൽ നിന്ന് സ്ഫിയറിന്റെ സെന്ററിലേക്ക് ഹൈറ്റ് എത്രയാണ്? അതും 30 ആണ്. കാരണം സ്ഫിയറിന്റെ റേഡിയസ് 30 ആണ്. അതും ഞാൻ 30 തന്നെ എടുക്കുക. കാരണം എന്താ? ഐസോമെട്രിക് വ്യൂ ആണ്. പക്ഷെ ഫൈനലി വരക്കുന്ന സ്ഫിയറിന്റെ സർക്കിൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ താഴെ കൂടെ സർക്കിൾ പോകണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ റേഡിയസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഒറിജിനൽ റേഡിയസ് വ്യൂ ആണല്ലോ, അപ്പൊ ഒറിജിനൽ റേഡിയസ് എടുത്തിട്ടല്ലേ വരക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൂടെ ആയിരിക്കും, ഇതിൽ കൂടെ എങ്ങനെ ആയിരിക്കും സർക്കിൾ പോവുക? അങ്ങനെയല്ല, അല്ലെങ്കിൽ സ്ഫിയർ പോവുക. അങ്ങനെയല്ല പോകേണ്ടത്. എങ്ങനെ പോകണം? അതിന്റെ താഴത്ത് കൂടെ പോകണം. അപ്പൊ വ്യൂ ആണോ? അവസാനത്തെ സ്ഫിയറിന്റെ സർക്കിൾ വരക്കുമ്പോൾ 1.22 ടൈംസ് ആർ. ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. അത് ഐസോമെട്രിക് വ്യൂ ആവുമ്പോൾ. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചതെങ്കിലോ? പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് അറിയാം ഈ കൺസെപ്റ്റ് ആണ്. 81.6 അല്ലെങ്കിൽ 82% ഓഫ് ദി ട്രൂ ലെങ്ത്, ഒറിജിനൽ ലെങ്ത്തിന്റെ 82% ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ താഴെയുള്ള ബോക്സ് വരക്കുമ്പോൾ 75ന്റെ ബോക്സ് വരക്കണം. നേരത്തെ ഞാൻ എത്രയിൽ വരക്കണം? 61.2 വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിയാൽ കാണാം. അതേപോലെ 30 ആണ് അടുത്ത റേഡിയസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതിന്റെ നേരത്തെ കണ്ടുവെച്ചാൽ നമുക്ക് പിന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതും എനിക്ക് എന്ത് ചെയ്യാം? 24.5 എനിക്ക് കണ്ടുവെക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരക്കുന്നത്. 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇൻക്ലിനേഷൻ കീപ്പ് ചെയ്തതിന് ശേഷം ഞാൻ 30 ഡിഗ്രിയിൽ ഞാൻ ഐസോമെട്രിക് ഷീറ്റ് വരക്കുന്നു. അതിന്റെ നീളം എത്രയായിരിക്കും? ഇതിന്റെ ലെങ്ത് ശരിക്കും എത്രയായിരിക്കും? 61.2. 75 അല്ല എടുക്കേണ്ടത്, കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. എന്നിട്ട് നേരത്തെ കണ്ട പോലെ അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയ പി ഞാൻ കണ്ടെത്തും. എങ്ങനെയാ? എയും സിയും ജോയിൻ ചെയ്യും, ബിയും ഡിയും ജോയിൻ ചെയ്യുന്ന ആ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നതായിരിക്കും ആ ഷീറ്റിന്റെ സെന്റർ. ആ സെന്ററിൽ നിന്ന് സ്ഫിയറിന്റെ സെന്ററിലേക്ക് ശരിക്കുമുള്ള ഹൈറ്റ് എത്രയാണ്? 30 ആണ്. പക്ഷെ ഞാനിവിടെ 30 എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തെടുക്കണം? 30യുടെ 82% എടുക്കണം. അത് എത്രയാണ്? 24.5 ആണ്. ഞാൻ ഈ 24.5ഉം 61.2ഉം വന്നത് 81.6% അടിച്ചപ്പോഴാണ്. 82% എടുക്കുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് എടുക്കാം. 81.6 ആയാലും കുഴപ്പമില്ല, 82% ആയാലും കുഴപ്പമില്ല. അപ്പോൾ 81.6 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ്. അപ്പൊ ഞാൻ ആ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂവിലാണ് ആ ഹൈറ്റ് എടുക്കുക. 30 mm ഹൈറ്റിലാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഞാൻ 24.5ൽ ഞാൻ ഈ വാല്യൂ എടുത്തിട്ട് ഞാൻ ആ സ്ഫിയറിന്റെ സെന്റർ കണ്ടു. ഇനി ഫൈനൽ സ്ഫിയർ വരക്കുമ്പോൾ ഞാൻ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടാണോ വരക്കേണ്ടത്? 30 എടുത്തിട്ടാണോ? 30യുടെ ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻ അല്ലേ? അപ്പൊ അതിന്റെ 82% എടുത്ത് വരച്ചാൽ മതിയോ? അല്ല, 82% എടുത്തല്ല വരക്കേണ്ടത്. ഫൈനൽ സ്ഫിയറിന്റെ റേഡിയസ് ആയിട്ടുള്ള ആ സർക്കിൾ വരക്കുമ്പോൾ ഞാൻ എന്തെടുക്കണം? ഒറിജിനൽ റേഡിയസ് എന്താണോ അതേ വാല്യൂ തന്നെ എടുത്തിട്ട് വരണം. അപ്പൊ ഒറിജിനൽ റേഡിയസ് ഇവിടെ എത്രയാ? 30 ആണ്. അപ്പൊ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ 24.5 ഉള്ളൂ. അപ്പൊ 30 എടുത്താൽ ഇതിന്റെ താഴത്തെ കൂടെ സർക്കിള് വരും, സ്ഫിയറിന്റെ സർക്കിൾ വരും. ഇതാണ് സ്ഫിയറിന്റെ കേസിൽ നമ്മൾ പഠിക്കാനുള്ള രണ്ടേ രണ്ട് കാര്യം.
അതായത് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ഫിയർ. ശ്രദ്ധിക്കണം, ഇത് സ്ഫിയറിന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ഫിയർ. ബാക്കി എല്ലാ സോളിഡിനും ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ സ്കെയിലിൽ വരക്കണം. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 81.6% വരക്കണം, അല്ലേ? പക്ഷെ സ്ഫിയറിൽ മാത്രം എന്തുണ്ട്? ചെറിയൊരു ചേഞ്ച് ഉണ്ട്. സ്ഫിയറിൽ മാത്രമേ ആ ചേഞ്ച് ഉള്ളൂ. ആ ചേഞ്ച് എന്താന്ന് വെച്ചാൽ അതുവരെ സ്ഫിയറിന്റെ സർക്കിൾ വരക്കുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഫിയറിന്റെ സർക്കിൾ വരക്കുന്നത് വരെ ബാക്കി എല്ലാ മെഷർമെന്റ്സും എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ ഐസോമെട്രിക് വ്യൂ കൺസെപ്റ്റ്, അതായത് ഫുൾ സ്കെയിൽ തന്നെ തന്ന മെഷർമെന്റ് അതുപോലെ തന്നെയാണ് എടുക്കുക. പക്ഷെ സ്ഫിയറിന്റെ സർക്കിളിന്റെ റേഡിയസ് വരക്കുമ്പോൾ ഐസോമെട്രി കൺസെപ്റ്റിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ IS നേടാം, ഐസോമെട്രി ഓഫ് ദ സ്ഫിയർ. അതിന്റെ റേഡിയസ് വരക്കുമ്പോൾ ഐസോമെട്രിയിൽ സ്ഫിയറിന്റെ റേഡിയസ് വരക്കുമ്പോൾ വ്യൂ ആണെങ്കിൽ അത് 1.22 ടൈംസ് ഓഫ് ദി റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് ടേക്കൺ. ഒറിജിനൽ സ്ഫിയറിന്റെ റേഡിയസ് എന്താണോ അതിന്റെ 1.22 എടുത്തിട്ട് വേണം സ്ഫിയറിന്റെ ഐസോമെട്രിയിലുള്ള റേഡിയസ് എടുക്കാൻ. ക്ലിയർ ആണോ? അതുപോലെ ഐസോമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ ഐസോമെട്രിക് ഓഫ് സ്ഫിയർ അത് പ്രൊജക്ഷനിലാണെങ്കിൽ ഞാൻ അതിന്റെ റേഡിയസ് എടുക്കേണ്ടത് എന്താണോ സ്ഫിയറിന്റെ ഒറിജിനൽ റേഡിയസ് അത് എടുത്തിട്ട് വേണം വരക്കാൻ. അതുവരെ, അതായത് സ്ഫിയറിന്റെ റേഡിയസ് ആ സർക്കിൾ വരക്കുന്നത് വരെ ബാക്കിയുള്ള മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ പ്രൊജക്ഷന് പോലെ തന്നെ പോവാ. ഏതാ? 81.6% എടുത്തിട്ടാണ് എല്ലാം പോകുന്നത്. നമുക്ക് നോക്കാം, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സ്ഫിയറിന്റെ സെന്ററിലേക്ക് വരെയുള്ള ഹൈറ്റ് അത് നമ്മൾ 82% എടുത്തത്. AB, BC, CD, AD ഈ ലെങ്ത് ഒക്കെ 75 ആണ്. പക്ഷെ നമ്മൾ 75 എടുത്തിട്ടല്ല വരച്ചത്, അതിന്റെ 82% എടുത്തിട്ടാണ് വരച്ചത്. ആകെ നമുക്ക് മാറ്റം വന്നത് ഈ സ്ഫിയറിന്റെ സർക്കിൾ വരക്കുമ്പോഴാണ്. അത് എത്രയാ എടുത്തത്? അത് എന്താണോ സ്ഫിയറിന്റെ റേഡിയസ് അതേ വാല്യൂ എടുത്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇത് ഏതിനാണ്? ഇത് പ്രൊജക്ഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മാറരുത്. നമ്മൾ വിചാരിക്കും ഒരേ സെയിം വാല്യൂ ആകുമ്പോൾ അത് ഐസോമെട്രിക് വ്യൂ അല്ലേ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. എന്താ ചെയ്യേണ്ടത്? പ്രൊജക്ഷനിൽ എല്ലാ വാല്യൂസും 81.6% തന്നെയാണ്. പക്ഷെ ഫൈനലി ആ സ്ഫിയറിന്റെ സർക്കിൾ ഐസോമെട്രിയിൽ വരക്കുമ്പോൾ ഞാൻ എന്തെടുക്കണം? റേഡിയസ്, സ്ഫിയറിന്റെ റേഡിയസ് എന്താണോ അത് തന്നെ എടുക്കണം. ഇതുപോലെ സ്ഫിയറിന്റെ വ്യൂ വരക്കണ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണോ എല്ലാ മെഷർമെന്റും ട്രൂ ലെങ്ത്തിൽ തന്നെയാണ് വരക്കേണ്ടത്. എന്താണോ തന്ന മെഷർമെന്റ് അതേ മെഷർമെന്റ് എടുത്തിട്ട് തന്നെയാണ് വരക്കേണ്ടത്. പക്ഷെ ആകെ ശ്രദ്ധിക്കേണ്ടത് സ്ഫിയറിന്റെ ഫൈനൽ സർക്കിൾ വരക്കണ നേരത്ത് ഇവിടെയും അത് തന്നെയാട്ടോ. സ്ഫിയറിന്റെ ഫൈനൽ സർക്കിൾ വരക്കുമ്പോഴാണ് റേഡിയസിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ 82% തന്നെയാണ്. ഇവിടെ ഐസോമെട്രിക് വ്യൂവിലും സ്ഫിയറിന്റെ ഫൈനൽ സർക്കിൾ വരക്കുന്ന നേരത്ത് മാത്രം ആ സർക്കിളിന്റെ റേഡിയസ് എത്ര എടുക്കണം? എന്താണോ ഒറിജിനൽ റേഡിയസ് സ്ഫിയറിന്റെ തന്നത് അതിന്റെ 1.22 എന്ന് പറഞ്ഞാൽ അതിലേറെ വലിപ്പം കൂടി അല്ലേ? 30 ഉള്ളത് 36ന്റെ മുകൾക്ക് പോയി. അപ്പൊ എന്താണോ തന്ന റേഡിയസ് അതിന്റെ 1.22 എടുത്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലാസ്റ്റത്തെ ആ സ്ഫിയറിന്റെ സർക്കിൾ വരക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇതില് ബാക്കി എല്ലാം സെയിം ആണ്. ഇത് ഐസോമെട്രിക് വ്യൂ ആണ്, എല്ലാം സെയിം ആണ്. ഫൈനൽ വരക്കേണ്ട ഈ സർക്കിൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് 1.22 എടുക്കണം. പ്രൊജക്ഷന്റെ കേസിലാകുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 82% എടുക്കണം. ആ സ്ഫിയറിന്റെ ഫൈനൽ ഈ സർക്കിൾ വരക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെടുക്കണം? ഒറിജിനൽ റേഡിയസ് എടുക്കണം. ഇത് മാത്രമാണ് സ്ഫിയറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് തെറ്റൂല. അതല്ല നമ്മൾ ജസ്റ്റ് വേഗമായിട്ടൊന്നും ഇങ്ങനെ മനസ്സിലാക്കി പോയിട്ടുള്ളെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കും. ഈ ഒരു കൺഫ്യൂഷനെ മുതലാക്കിക്കൊണ്ടായിരിക്കണം യൂണിവേഴ്സിറ്റി എപ്പോഴും അധികവും നമുക്ക് ഐസോമെട്രിയിൽ ചോദ്യം വരുമ്പോൾ നമുക്ക് സ്ഫിയർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും നമുക്ക് സ്ഫിയറിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞവർക്ക് വളരെ എളുപ്പമാണ്. കാരണം സ്ഫിയർ വരക്കാൻ നമുക്കൊരു സർക്കിൾ വരച്ചാൽ മതി. പക്ഷെ ആ സർക്കിൾ എവിടെ വരക്കണം, എങ്ങനെ വരക്കണം എന്ന് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ അറിയൂ. ചിലപ്പോൾ ഇതിന്റെ ഓറായിട്ട് കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആയിരിക്കും വരിക. അത് കുറെ സമയം കൺസ്യൂം ചെയ്യും. നമുക്കൊരു പ്രിസമോ അല്ലെങ്കിൽ പിരമിഡോ അല്ലെങ്കിൽ പ്രിസത്തിന്റെ മുകളിൽ വേറൊരു സ്ഫിയറോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യും. ഇപ്പൊ സ്ഫിയർ ഒക്കെയാണ് ഒരു സോളിഡ് എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വരക്കാം. കാരണം ഒരു സർക്കിൾ വരച്ച പരിപാടി തീരും. ഓക്കെ, സോ ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ഫിയറിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു.
സ്ഫിയറിന്റെ ഐസോമെട്രി വരക്കണ നേരത്ത് എങ്ങനെയാണ് സ്ഫിയറിന്റെ ഐസോമെട്രി വരാന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പ്രോബ്ലം ചെയ്തിട്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എല്ലാവരും നോട്ടിലേക്ക് മാർക്ക് ചെയ്ത് വരക്കുക. ഈ വരച്ച സാധനം ഈ നോട്ടിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ രണ്ട് ആൻസറും ഇപ്പൊ നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതിന്റെ ഐസോമെട്രിക് വ്യൂ ഉണ്ട്, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ രണ്ട് ആൻസേഴ്സ് നിങ്ങൾ നോട്ടിലാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ PDF ആക്കിയിട്ട് നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്യുന്നവർക്കായിരിക്കും ഇന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഇന്ന് വൈകുന്നേരം 4 മണി വരെ ടൈമുണ്ട്. 4 മണി വരെ ഉള്ള ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ക്ലാസ്സിൽ ഇരുന്ന ഒരു ടൈം നോക്കുമ്പോൾ നിങ്ങൾക്ക് വിത്തിൻ ഒരു 15 or 20 മിനിറ്റ്സ് കൊണ്ട് പരിപാടി തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിലോ മെയിലിലോ അയക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുക. നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ ആ 2 പേജ്, 1 പേജാണോ 2 പേജാണോ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ആ പേജിലൊക്കെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം എനിക്കത് PDF ആക്കിയിട്ട് അയക്കാൻ. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഓൾ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.